താങ്കളെ കുടുക്കിയ ആ കുറ്റവാളികൾ നിയമത്തിന്റെ കൂട്ടിൽ ശിക്ഷ അനുഭവിച്ചു നിൽക്കുന്നത് കാണാൻ താങ്കൾക്ക് ആഗ്രഹമില്ലേ എന്ന് റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ നമ്പിനാരായണനോട് ചോദിക്കുന്നുണ്ട്. അതിന് അദ്ദേഹത്തിന്റെ മറുപടി, ആ പീഡനം ഞാൻ അനുഭവിക്കുമ്പോൾ എനിക്ക് വയസ്സ് 53. ഇന്ന് പ്രതികളിൽ പലരും വാർദ്ധക്യം അനുഭവിക്കുന്നവരാണ്. അവർക്ക് കിട്ടേണ്ട ശിക്ഷയെല്ലാം ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. കുറ്റവാളികളായി സമൂഹത്തിന് മുൻപിൽ അവർ നിൽക്കുന്നു. ഞാൻ അനുഭവിച്ച പീഡനങ്ങളോളം വരില്ലെങ്കിലും ഇപ്പോഴവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുതന്നെ വലിയ ശിക്ഷയാണ്. ഇതിലും വലിയ ശിക്ഷ അവർക്കിനി കിട്ടാനില്ല. അവർ ശിക്ഷ അനുഭവിക്കുന്നത് കാണാൻ സത്യമായിട്ടും എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഒരാഗ്രഹമുണ്ട്, തങ്ങളുടെ കറുത്ത കരങ്ങൾ എനിക്കെതിരെ പ്രവർത്തിച്ചിരുന്നു എന്നവർ ഒന്ന് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന്. മനുഷ്യ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്നവയെല്ലാം അനുഭവിച്ച ഒരു മനുഷ്യന്റെ വാക്കുകൾ. ISRO ചാരക്കേസിലെ ദുരനുഭവങ്ങൾ പങ്കുവെച്ച് നമ്പിനാരായണൻ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടത് CBI അദ്ദേഹത്തിന് അനുകൂലമായി കോടതിയിൽ കുറ്റപത്രം നൽകിയിരിക്കുന്നു എന്നതിനാലാണ്. ചാരക്കേസിൽ ഗൂഢാലോചന നടന്നുവെന്നും കുറ്റക്കാർ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെയാണെന്നും തെളിഞ്ഞതോടെ ഒരു കാലഘട്ടത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസിന് കൂടിയാണ് വ്യക്തത വരുന്നത്. ഈ അഭിമുഖത്തിൽ അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്. ഇക്കാലഘട്ടത്തിലെ മാധ്യമപ്രവർത്തകർ അറിഞ്ഞിരിക്കേണ്ട മാധ്യമധർമ്മവും ഉത്തരവാദിത്വവും. മനുഷ്യനെ മനുഷ്യനായി കാണാൻ മാധ്യമങ്ങളിലെ ഇപ്പോഴത്തെ തലമുറയോട് താങ്കൾ പറയണമെന്ന് നമ്പിനാരായണൻ ആ അഭിമുഖത്തിൽ അരുൺകുമാറിനോട് പറയുന്നുണ്ട്. അതൊരു പക്ഷെ അദ്ദേഹം പറയുന്നത് അന്നത്തെ അപസർപ്പക കഥകൾ എഴുതിയ മനോരമ ഉൾപ്പെടെയുള്ള പത്രമാധ്യമങ്ങളുടെ ക്രൂരമായ വേട്ടയാടലിനെ തുടർന്നായിരിക്കാം. രാഷ്ട്രീയക്കാർക്ക് ഇഷ്ടപാത്രമാവാൻ അന്നത്തെ മാധ്യമപ്രവർത്തകർ എഴുതിയ തോന്നിവാസങ്ങൾക്ക് കയ്യും കണക്കുമില്ലായിരുന്നു. ട്യൂണ മത്സ്യം പോലെ പിടഞ്ഞ മാദക സുന്ദരിമാരെ കുറിച്ച് ഹോട്ടൽ മുറികളിൽ ഇരുന്ന് കഥകൾ മെനഞ്ഞ പത്രപ്രവർത്തകരിൽ മനോരമ മാത്രമല്ല മുൻപിലുള്ളത്. ഈ യക്ഷിക്കഥകൾ പടച്ചുവിട്ട പത്രങ്ങളുടെ ലിസ്റ്റ് ക്രോണോളജിക്കൽ ഓർഡറിലെടുത്താൽ തനിനിറം, കേരള കൗമുദി, മംഗളം, ദേശാഭിമാനി, മലയാള മനോരമ, മാതൃഭൂമി എന്നിങ്ങനെയാണ് വരിക. ഒടുവിൽ മാധ്യമപ്രവർത്തനത്തിന്റെ അപ്പാര തൊലിക്കട്ടിയായി ഇതിൽ പല മാധ്യമങ്ങളും ഒടുവിൽ നമ്പിനാരായണന് നീതി എന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ എഴുതിയിട്ടുമുണ്ട്. ആരിൽ നിന്നാണ് നീതി? എന്തിൽ നിന്നാണ് നീതി? യഥാർത്ഥത്തിൽ നിയമത്തിന്റെ വേട്ടയാടലിനും സാമൂഹ്യ പരിവേഷം നൽകിയ സാക്ഷാൽ മാധ്യമങ്ങളിൽ നിന്നുമാണ് നമ്പിനാരായണന് നീതി കിട്ടിയിരിക്കുന്നത്. ഒരിക്കലും എന്താവരുത് ജേർണലിസം, അതാണ് നമ്പിനാരായണൻ കേസിൽ ഇപ്പോൾ നാം കാണുന്നത്.